തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തകൻ പരാതിപ്പെടുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. തിന്മയുടെ വ്യാപകമായ കടന്നുകയറ്റവും ആധിപത്യവും കണ്ടിട്ട് നിരാശ തോന്നിയ നിമിഷത്തിൽ അപ്രകാരം ഉരുവിട്ടതല്ലേ എന്ന് നാം ചിന്തിച്ചു പോകും. ഇന്നും ലോകത്തിൽ തമോശക്തികൾ വ്യാപ്തമാണ്, രൂക്ഷമാണ്. ആധ്യാത്മികതയുടെ മൂടുപടമണിഞ്ഞും ചതിവും വഞ്ചനയും വ്യാജവും നീതിക്ക് നിരക്കാത്ത പ്രവൃത്തികളും ചെയ്തു കൂട്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തെ പലരും വീക്ഷിക്കുന്നത് കടുത്ത നിരാശയോടും പ്രതീക്ഷയറ്റ മനോഭാവത്തോടുമാണ്. എന്നാൽ നന്മയുടെ വേരറ്റുപോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തുന്ന സംഭവങ്ങളും അതിന് കാരണക്കാരായ മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഒരു പരിചയവുമില്ലാത്ത പാവപ്പെട്ട ഒരാൾക്ക് സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ ഒരു അവയവം നൽകുന്നതിന് സന്നദ്ധരായ സുമനസ്സുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ലക്ഷങ്ങൾ അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട ഉടമയെ കണ്ടെത്തി പ്രതിഫലമൊന്നും വാങ്ങാതെ കൈമാറിയ വിശ്വസ്ത തൊഴിലാളിയും നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാം. അഗ്നിക്കിരയായ ആശുപത്രിയിലെ രോഗികളെ രക്ഷിക്കുന്ന പ്രക്രിയയിൽ സ്വന്തം ജീവനെ പോലും ബലിയർപ്പിച്ച ത്യാഗസമ്പന്നരായ ധന്യവതികളും നമ്മുടെ ഓർമ്മയിൽ എത്താതിരിക്കുകയില്ല. അതുപോലെ തന്നെ നിഷ്ഠൂരനെന്നും ദുഷ്ടനെന്നും ക്രൂരനെന്നുമൊക്കെ മുദ്രയടിക്കപ്പെടുന്ന വ്യക്തികളിലും നന്മയുടെ ചില അംശങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടാവും. നൈസർഗികമായ നന്മകൾ എല്ലാവരിലുമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളും സംഭവവികാസങ്ങളും ഉയർത്തുന്ന സമ്മർദ്ദങ്ങളാകാം പലരെയും അധമവൃത്തിയിലേക്കും അധർമ്മപാതയിലേക്കും തള്ളിവിടുന്നത്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരിലെ നന്മയുടെ അംശം വെളിപ്പെട്ടു എന്നും വരാം. ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹനും ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ പോരാളിയും ദേശീയ നേതാവുമായിരുന്ന നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന തൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദീർഘമായ 28 വർഷം കാരാഗൃഹത്തിൽ അദ്ദേഹം കഴിയേണ്ടി വന്നു. അതിൽ 19 വർഷം റോമൻ ദ്വീപിലെ കാരാഗൃഹത്തിലായിരുന്നു. നരകതുല്യ യാതനകളും മൃഗീയ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. ഏറ്റവും അധികം പീഡിപ്പിക്കുകയും മർദ്ദനം നടത്തുകയും ചെയ്ത ഒരു പട്ടാള മേധാവിയെ പോലും അദ്ദേഹം സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നതായി നമുക്ക് കാണാം. മണ്ടേലയുടെ നിരീക്ഷണങ്ങൾ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ പല നിരീക്ഷണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാം പലരെയും തിന്മയുടെ ലേബൽ കുത്തി മുദ്രയടിക്കുമ്പോൾ അവരിൽ ചില നന്മയുടെ അംശങ്ങളും ഉണ്ട് എന്ന് നാം മറന്നുപോകുന്നു. തിന്മയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും ഗതികളെയും നാം ഒരുപക്ഷെ കണക്ക് എടുക്കാറില്ല. ചെത്ത നാഴികമണിയും ദിവസത്തിൽ 2 പ്രാവശ്യം കൃത്യസമയം വെളിപ്പെടുത്തും എന്ന് പറയുന്നത് ഈ തരുണത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ധന്യമായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.